ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അത്യുഗ്രനായിട്ടുള്ള ഒരു ചൈനീസ് ടിപ്സുമായിട്ടാണ്. നമ്മുടെ മുടി നല്ല കൂടുതൽ കരുത്തോടെയും ആരോഗ്യത്തോടെയും കറുപ്പായൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സീക്രട്ട് ചൈനീസ് ഹെയർ ടിപ്സാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, റൈസ് വാട്ടർ. ഈ ഒരു റൈസ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ചൈനയിലൊരു കുഞ്ഞു ഗ്രാമമുണ്ട്, ഹുവാങ്ലോ എന്ന് പറയുന്നുണ്ടോ. ആ ഗ്രാമത്തിൽ യോ എന്ന് പറഞ്ഞിട്ട് ഗോത്രവർഗത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. അവരുപയോഗിച്ച് വരുന്ന ഒരു റൈസ് വാട്ടറാണ് നമ്മൾ ഇവിടെ നിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ശരിയായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ നിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അവർ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു റൈസ് വാട്ടർ ഉപയോഗിച്ചിട്ട് അവരുടെ മുടിയൊക്കെ നല്ല ലെങ്തി ആയിട്ടുള്ള ഹെയർ ആണ് കേട്ടോ. നല്ല നീളം മുടിയാണ്. വയസ്സായവർക്കും തന്നെ അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവർക്കും ആ ഒരു യോ ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും നല്ല നീളം മുടിയാണ്. ആർക്കും തന്നെ നിറച്ച മുടിയില്ല, നല്ല കറുപ്പായിട്ടുള്ള മുടിയാണുള്ളത്. അപ്പോൾ ആ ഒരു സീക്രട്ട് റെസിപ്പിയാണ് നമ്മളിവിടെ നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളോടായിട്ട്. അപ്പോൾ നിങ്ങളത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അവർ ഈ ഒരു റൈസ് വാട്ടർ ആഴ്ചയിൽ ഒരു തവണ മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന വിധം അവർ ചെയ്യുന്നത്, ഒരു വായകളുള്ള പാത്രം എടുത്തിട്ട് അതിനകത്ത് ഈ ഒരു റൈസ് വാട്ടർ ഒഴിച്ച് വയ്ക്കുകയാണ്. എന്നിട്ട് അവരുടെ മുടി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഫ്രണ്ടിലോട്ട് അങ്ങ് ഇടുകയാണ്. മുൻവശത്തേക്ക് ഇട്ടിട്ട് ഈ ഒരു റൈസ് വാട്ടറിനകത്തേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് അവർ തേച്ച് പിടിപ്പിക്കുന്നു. കൂടെ അവർ ഒരു വുഡിൻ്റെ കോമ്പ്, അതായത് മരത്തിൻ്റെ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടൊരു ചീർപ്പാണ് അവരുടെ കയ്യിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് വെച്ചിങ്ങനെ അവർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചീക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അവരതിങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം അവർ മലവെള്ളമോ അല്ലെങ്കിൽ പുഴയിൽ ഒഴുകിയിരുന്ന വെള്ളത്തിലൊക്കെയാണ് അവർ പോയിട്ട് കഴുകിയെടുക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ വീട്ടിനടുത്ത് തന്നെ മലവെള്ളം ഒഴുകി വരുന്ന ആ വെള്ളത്തിൽ അവർ കഴുകാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിക്കൊക്കെയാണ് അവരത് ചെയ്തെടുക്കുന്നത്. അവരുടെ മുടി കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. നല്ല ഷൈനിങ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ താരനോ അങ്ങനെയുള്ള മറ്റു പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്നാണ് അവർ പറയുന്നത്. നല്ല കറുപ്പായിട്ടിരിക്കും, നല്ല ഷൈനിങ് ആയിട്ടിരിക്കും, നല്ല ലെങ്ത്തോടുകൂടി നല്ല ഉള്ളോട് കൂടിയിട്ടൊക്കെ ഇരിക്കുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് റൈസാണ്. റൈസ് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.25 കപ്പോളം പച്ചരി എടുത്തിട്ട് 2 തവണ കഴുകിയിട്ടുണ്ട്. 2 തവണ കഴുകിയ വെള്ളം കളഞ്ഞ് 3ാമത്തെ വെള്ളത്തിലാണ് ഞാൻ ഈ ഒരു അരിയിലിട്ടിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് അങ്ങ് ഉടച്ചു കൊടുക്കുന്നത്. അപ്പോൾ പച്ചരി ആകുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പച്ചരി എടുത്തത്. അവർ പറയുന്നത് ശരിക്കും നല്ല സ്റ്റാർച്ചുള്ള റൈസ് എടുക്കാൻ അവർ പറയുന്നത്. പച്ചരി നല്ലതാണ്, നമ്മുടെ മുടിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ പേരിൽ അതുപോലെ നന്നായിട്ട് അങ്ങ് കൈ വെച്ച് ഉടച്ചു കൊടുക്കണം. ഇങ്ങനെ ഉടയ്ക്കുന്ന സമയത്ത് ആ അരിയിലുള്ള പ്രോട്ടീനും മറ്റും കാര്യങ്ങളും സ്റ്റാർച്ചും മറ്റും കാര്യങ്ങളൊക്കെ വെള്ളത്തിലേക്ക് അങ്ങ് കലരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നന്നായിട്ട് അങ്ങ് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് മാഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒറിജിനൽ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത് അരി ഏകദേശം ഈ ഒരു ലെവലിൽ നല്ല പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളത്തിലെല്ലാം കംപ്ലീറ്റും കലർന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഇതൊക്കെ. ഇനി നമുക്ക് ഈ ഒരു വെള്ളം വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റണം. അവർ ശരിക്കും ചെയ്യുന്നത് മണ്ണിൻ്റെ പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ മണ്ണിൻ്റെ പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ സാധാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് വെള്ളം മാത്രം മതി കേട്ടോ, നമുക്ക് റൈസൊന്നും ആവശ്യമില്ല. അതിൻ്റെ വെള്ളം മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. എന്നിട്ട് ഇതിനകത്തേക്ക് അവരൊരു ഫ്രൂട്ടിൻ്റെ തോല് കൂടി മിക്സ് ചെയ്യുന്നത്. ഫ്രൂട്ടിൻ്റെ തോലും അതുപോലെ തന്നെ ഒരു മരത്തിൻ്റെ തോലും അവർ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒരു സിട്രസ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്, അതായത് ഗ്രേപ്പ് ഫ്രൂട്ടാണ് അവർ അതിനകത്ത് ചേർക്കുന്നത്. അതിൻ്റെ ഒരു തോലാണ് അവർ ചേർക്കുന്നത്, ഫ്രൂട്ടല്ല, തോല്, അതാണ് അവിടെ ചേർക്കുന്നത്. അപ്പോൾ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഓറഞ്ചിൻ്റെ തോലാണ് ചേർക്കുന്നത്. ഓസ്ട്രേലിയൻ ഓറഞ്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ഈ ഒരു ഗ്രേപ്പ് ഫ്രൂട്ട് മേടിക്കാമെന്ന് പറഞ്ഞ് പോയപ്പോൾ എനിക്ക് ഗ്രേപ്പ് ഫ്രൂട്ട് കിട്ടിയില്ല. അപ്പോൾ അവർ ഇത് അതിന് പോലെ തന്നെ ഈ ഒരു ഗ്രേപ്പ് ഫ്രൂട്ട് പോലെ തന്നെ വരുന്നൊരു ഓറഞ്ച് തന്നെയാണ് ഇത്, ഓസ്ട്രേലിയൻ ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഓറഞ്ചിൻ്റെ തോല, നമ്മുടെ നോർമൽ ഓറഞ്ച് അല്ല കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നോർമൽ ഓറഞ്ച് ഉണ്ടെങ്കിൽ അതും മതി കേട്ടോ, അതിൻ്റെ തോലും മതി. അല്ലെങ്കിൽ നമ്മുടെ നാരങ്ങയുടെ തോലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി. തോലായിരിക്കണം, ഉള്ളത്തെ ആ ഒരു കാര്യങ്ങളും പാടില്ല. ഇതിൻ്റെ തോലാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഓസ്ട്രേലിയൻ ഓറഞ്ചിൻ്റെ തോലൊക്കെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കട്ടെ. അതുപോലെ തന്നെ അവരുടെ നാട്ടിൽ കിട്ടുന്ന ഒരു മരത്തിൻ്റെ തോല് കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് അവർ. അപ്പോൾ നമുക്കിവിടെ ആ തോലിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്കിവിടെ ട്രീൻ്റെ എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു 3 കാര്യം കൂടി ചേർത്തിട്ട്, അതായത് നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ തൊലിയും റൈസ് വാട്ടറും ട്രീൻ്റെ എസൻഷ്യൽ ഓയിലും ഏതാനും തുള്ളി മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് അതിന് മുകളിൽ അങ്ങ് വെച്ച് കൊടുത്ത് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കാം. അവർ ചെയ്തെടുക്കുന്നത് മൺപാത്രത്തിലാണ് കേട്ടോ. മൺപാത്രത്തിൽ വെച്ചിട്ട്
അടുപ്പിന് മുകളിൽ വെച്ചിട്ടാണ് അവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കത് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് അതിന് മുകളിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇത് തിളപ്പിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്, ഞാനൊരു 5 മിനിറ്റ് തിളപ്പിച്ചു കേട്ടോ. എന്നിട്ട് നമുക്കിത് തണുക്കാനായിട്ട് സമയം കൊടുക്കാം. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് നോക്കാം ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു റൈസ് വാട്ടർ ഇതാ നല്ലവണ്ണം അങ്ങ് തണുത്ത് വന്നിട്ടുണ്ട്. ഒരു കഞ്ഞി വെള്ളം പോലെ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു തിക്കൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ഈ ഒരു റൈസ് വാട്ടറിനകത്ത്. ഒരു ചെറിയ രീതിക്ക് തിക്കൊക്കെ ഉണ്ട്. അവരുടെ വെള്ളം ഈ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരി നന്നായിട്ട് കഴുകി ഉടച്ച് കഴുകിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു തിക്കായിട്ടുള്ള ഫോം കിട്ടത്തുള്ളൂ കേട്ടോ. ഞാൻ സാധാരണ നമ്മുടെ നോർമൽ റൈസ് വെച്ചിട്ട് ചെയ്ത് നോക്കി, നമ്മൾ ചോറ് വെക്കില്ല ആ അരിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് ഇത്രത്തോളം തിക്കായിട്ട് കിട്ടിയില്ല. അതൊരു വെള്ളം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ ഒരു പച്ചരിയും കൊണ്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു തിക്കായിട്ടുള്ള ഫോമിൽ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ പച്ചരി നല്ലതാണ് കേട്ടോ, നമ്മുടെ തലമുടിക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഈ ഒരു പച്ചരി. അപ്പോൾ ആ ഈ ഒരു പച്ചരി വെച്ചിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതെനിക്ക് ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഫോമിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ഒരു ഇത് കിടക്കുന്നത്. നമ്മുടെ യൂട്യൂബിലുള്ള എല്ലാ യൂട്യൂബേഴ്സും ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിയിട്ട് തിളപ്പിക്കണമൊന്നുമില്ല അവർ. മിക്ക വീട്ടിലും അങ്ങനത്തെ തന്നെ കേട്ടോ, തിളപ്പിക്കാതെ ഇതങ്ങ് ഒറ്റ ദിവസം കൊണ്ട് അത് പുളിപ്പിക്കാനായിട്ട് സമയം കൊടുക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ എടുത്ത് ഉപയോഗിക്കാനാണ് അവർ പറയുന്നത്. യൂട്യൂബിൽ സകലം ഏകദേശം ആൾക്കാരും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. റൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റൈസ് വാട്ടർ ആയിക്കോട്ടെ അവർ തലേന്ന് വെച്ചിട്ട് പിറ്റേന്നെടുത്ത് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കണ്ടത് അങ്ങനെയല്ല. അവരിതുപോലെ ഒരു മൺപാത്രത്തിലോ അല്ലെങ്കിൽ അവർ മൺപാത്രത്തിലോ സ്റ്റോർ ചെയ്യുന്ന കണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മുടെ ഈ ഒരു റൈസ് വാട്ടർ ഈ ഒരു ബോട്ടിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഓറഞ്ചിൻ്റെ തോലൊന്നും കളയരുത് കേട്ടോ, അതും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നമ്മളിതങ്ങ് അടച്ചു വയ്ക്കുകയാണ്. അടച്ചിട്ട് ഒരാഴ്ചത്തേക്ക് അതങ്ങ് എടുത്ത് വയ്ക്കണം. ഒരു നല്ല തണുപ്പായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് എടുത്ത് വെക്കുക കേട്ടോ. നമ്മുടെ അൽമാറിനകത്തോ നമ്മൾ തുണിയൊക്കെ എടുത്ത് വെക്കില്ല അവിടെയോ, അല്ലെങ്കിൽ കിച്ചൺ കബോർഡിനകത്തോ എവിടെയെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് എടുത്ത് വയ്ക്കുക. വെയിൽ തട്ടരുത് കേട്ടോ, വെയിൽ തട്ടാത്ത സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് അവർ ഉപയോഗിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതും ആഴ്ചയിൽ ഒരു തവണ, ആഴ്ചയിൽ 2-3 തവണ ഉപയോഗിക്കേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വേഗം പോയി ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് ഒത്തിരി മുടി വേണമെന്നും പറഞ്ഞിട്ട് ഈ ഒരു വാട്ടർ ഉണ്ടാക്കി വെച്ചിട്ട് ആഴ്ചയിൽ 3-4 തവണയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മുട്ടം പണി കിട്ടും നമ്മുടെ മുടിക്ക്. അപ്പോൾ അതിൻ്റെ പേരിൽ ശ്രദ്ധിച്ചോളൂ, ആഴ്ചയിൽ 1 തവണ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണ ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഈ ഒരു വാട്ടർ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി ഡാമേജായി പൊട്ടിപ്പോകും, ചിലപ്പോൾ ഭയങ്കര അല്ലെങ്കിൽ ഫ്രിസി ആയി പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒരിക്കലും അങ്ങനെ ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതാ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഇവിടെ കിച്ചൺ കബോർഡിൻ്റെ മുകളിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗൈസ്, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.